അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും റസാ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഒരു സഹോദരി എന്നോടൊരു സങ്കടം പറഞ്ഞു. അവരുടെ വിഷമം എന്താണെന്ന് വെച്ചാൽ, ഉസ്താദേ, കല്യാണം കഴിക്കാൻ വന്നപ്പോഴേ എൻ്റെ ഭർത്താവ് പെണ്ണ് കാണാൻ വന്ന സമയത്ത് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു. അന്ന് ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് സ്ത്രീധനമൊന്നും വേണ്ട, ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം മതി. പെണ്ണിനെ മാത്രം മതി. പിന്നെ നിങ്ങളുടെ മോളല്ലേ, നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച് കിട്ടോ, അതിലൊന്നും ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല, ഞങ്ങൾക്ക് സ്വർണ്ണമൊന്നും വേണ്ട, ആ മോളെ ഇങ്ങോട്ട് തന്നാൽ മതി, ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം. എന്നിട്ട് അതിൻ്റെ ഉമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് മഹറിട്ട് കെട്ടിക്കൊണ്ടുപോയിക്കോളാം, ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാണ് ഉസ്താദേ. അങ്ങനെ എൻ്റെ വാപ്പ വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് എൻ്റെ വാപ്പ എന്ത് ചെയ്തത്, കുറച്ച് സ്വർണ്ണമൊക്കെ എനിക്ക് ഉണ്ടാക്കി. ഒരു മോളല്ലേ, ഇറക്കി വിടുമ്പോൾ കുറച്ച് സ്വർണം വേണ്ടേന്ന് കരുതിയിട്ട് ആ സ്വർണ്ണമൊക്കെ ഉണ്ടാക്കി എൻ്റെ വാപ്പ എന്നെ കെട്ടിച്ചു വിട്ടു. കല്യാണം കഴിഞ്ഞ് ആദ്യ മാസങ്ങളൊക്കെ മനോഹരമായിരുന്നു. ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജീവിതത്തിൻ്റെ ഒരു സ്ട്രഗിളിങ് മേഖലയിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഞാനാകെ തകർന്നു. ഉസ്താദ് ഇന്ന് എന്നെ തല്ലുകയാണ്, ചീത്ത വിളിക്കുകയാണ്. എന്തിനാ കാരണം എന്താണെന്നറിയോ? എൻ്റെ സ്വർണം അവരെടുത്തുകൊണ്ട് പോയി. ഞാൻ എടുത്തുണ്ടോ എന്ന് വെച്ചാൽ എങ്ങനെ? അതായത് എന്നോടൊരു സ്വർണം ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ വാപ്പ വെയിലത്തും മറ്റുമൊക്കെ ഈ കൊട്ട ഇങ്ങനെ ചുവന്നിട്ടെ, മൺകൊട്ട ചുവന്നിട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ച സ്വർണ്ണമാണ്. വാപ്പാനോടൊരു വാക്കൊന്ന് പറയട്ടെ, ഒന്നൊരു അനുവാദം ചോദിച്ചോട്ടെ. അത് ഞാൻ എൻ്റെ മനസ്സിലേ പറഞ്ഞുള്ളൂ കേട്ടോ, വാപ്പ കഷ്ടപ്പെട്ട കാര്യം. ഞാനോട് ചോദിച്ചു, വാപ്പാനോടൊന്നൊരു അനുവാദം ചോദിച്ചോട്ടെ. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയൊക്കെ കേട്ടാലറയ്ക്കുന്ന തെറിയാണ് എന്നെ വിളിച്ചതെന്നാണ്. ഇത് ഞങ്ങൾക്ക് തന്ന സ്വർണ്ണാടി, ഇതെൻ്റെ മോനുള്ള സ്വർണ്ണാടി എന്നടക്കം അവർ പറഞ്ഞതാണ്. അതെങ്ങനെയാണ് മോനുള്ള സ്വർണ്ണമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ എൻ്റെ അനുവാദം ഇല്ലാതെ, എൻ്റെ അനുവാദം എന്ന് വെച്ചാൽ ഞാൻ അഴിച്ചു കൊടുത്തു, വേറെ വഴിയില്ല, ജീവിക്കണ്ടേ ഉസ്താദേ, ജീവിക്കണ്ടേ. പക്ഷേ എൻ്റെ മനസ്സോടെ ഞാൻ ആ സ്വർണം കൊടുത്തു. ആ സ്വർണം കൊണ്ടുപോയി അവർ പണയം വെച്ച് അവരൊരു വണ്ടി വാങ്ങി എന്നുള്ളതാണ്. യാ അല്ലാഹ്. ഞാൻ ചിന്തിച്ചു, നിങ്ങളും ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, ഇസ്ലാമിൽ കൃത്യമായി പറയുന്നില്ല ഇങ്ങനെ ഒരു സ്ത്രീധനം ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? സ്ത്രീ വിവാഹം കഴിക്കാൻ പോകുന്ന സമയത്ത് ഇത്ര തരണം എന്ന് പറഞ്ഞ് വാങ്ങൽ മാത്രമല്ല, ആ സ്വർണം ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പണം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ സ്ത്രീയെ വിവാഹം കഴിക്കലും ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്ത കാര്യമാണ്. നിങ്ങൾ മറ്റൊരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ സ്ഥലം തട്ടിയെടുത്താൽ നിങ്ങൾ ചെയ്തത് എത്ര വലിയ ഹറാമാ ഇല്ലേ? ആ സ്ഥലത്ത് നിങ്ങൾ എന്തുണ്ടാക്കിയാലും ബർക്കത്തുണ്ടാവുമോ? ഇതുപോലെ ആ പെണ്ണിൻ്റെ നിൻ്റെ ഇണയുടെ മാനസികമായ സമ്മതമില്ലാതെ അവളുടെ സ്വത്ത് നീ അപഹരിച്ചു കൊണ്ടുപോയി പണയം വെച്ച് വണ്ടി വാങ്ങിയാലും വീട് വാങ്ങിയാലും കച്ചവടം നടത്തിയാലും അതിൽ എത്ര തിന്നാലും നീ എത്ര വലിയ കോടീശ്വരനായാലും ബറക്കത്ത് എന്ന് പറഞ്ഞ സാധനം, സമാധാനം എന്ന് പറയുന്ന സാധനം നിനക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഉറപ്പാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അവൾക്ക് അവരുടെ ബാപ്പ കൊടുത്ത സ്വർണം അത് അവളുടേതാണ്. അവളെ നോക്കേണ്ട ബാധ്യത നിൻ്റെത് മാത്രമാണ്, ഭർത്താവിൻ്റെ മാത്രമാണ്. ഭാര്യയ്ക്ക് സ്വത്തുണ്ടെങ്കിൽ പോലും അവളുടെയോ മക്കളുടെയോ കാര്യം അവൾ നോക്കേണ്ടതില്ല. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ അവളെ നോക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവായി നിനക്കാണ്. അങ്ങനെ കഴിവുണ്ടെങ്കിൽ മാത്രം നീ കല്യാണം കഴിച്ചാൽ മതി. അവളുടെ സ്വർണം കണ്ടോ, അവളുടെ സ്വത്ത് കണ്ടോ നീ ആരെയും കല്യാണം കഴിക്കാൻ പോകണ്ട എന്ന് കൃത്യമായ അധ്യാപനം അള്ളാഹുവിൻ്റെ മതത്തിൻ്റേതാണ്. ഇനി ഞാൻ പറയട്ടെ മറ്റൊരു കാര്യം കൂടെ. അതായത് ഒരാളുടെ അനുവാദം നിനക്കുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിൻ്റെ പ്രിയപ്പെട്ടവരോട് നീ പറയാൻ, എടാ ഇക്കാക്ക് കുറച്ച് കടങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം, നമുക്ക് വേറെ വഴിയില്ലല്ലോ, ഒരു സ്വർണ്ണക്കാക്ക് തരുമോ? അതിനെന്തൊക്കെ എടുത്തോ, നമ്മുടെ കച്ചവടത്തിനല്ലേ, നമ്മുടെ വീട് ഭംഗിയാക്കാനല്ലേ. ഒരു പെണ്ണ് അങ്ങനെ പറഞ്ഞ് നിനക്ക് തരികയാണെങ്കിൽ നിനക്ക് ഭക്ഷിക്കാം, നിനക്കത് എടുക്കാമെന്ന് ഖുർആൻ അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നില്ലേ? അതെടുത്തൂടെ? അവരുടെ അനുവാദമില്ലാതെ നീ എടുക്കലാണ് പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ ബാപ്പ നിങ്ങൾക്ക് തരുന്ന സ്വർണം നിങ്ങളുടേതാണ്. നിങ്ങളുടെ അനുവാദത്തോടു കൂടെ അവർക്ക് കൊടുക്കാം, കാരണം നമ്മുടെ കുടുംബമാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ കൊടുത്തിട്ട് പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ സ്വർണ്ണം കൊണ്ടുപോയി നശിപ്പിച്ച് നിങ്ങളെ സ്വർണ്ണം മേടിച്ചാന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും കൂടെ ഞാൻ ഒരു കേസ് അങ്ങനെ പോയി അറ്റൻഡ് ചെയ്തുള്ളൂ. അതായത് ഭർത്താവിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സ്വർണ്ണം ഊരി കൊടുത്തത് ഭാര്യയാണ് സ്വർണ്ണം ഊരി കൊടുത്തത്. പിന്നെ പിണക്കം വരുമ്പോൾ എന്ത് ചെയ്യും? ഈ സ്വർണ്ണം ചോദിച്ചുള്ള പണി. ഈ സ്വർണ്ണം ചോദിച്ചും ഈ വീട്ടിൽ വന്ന് നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലായിട്ട് ലാസ്റ്റ് കുടുംബ ബന്ധം ഇല്ലാതായി, മക്കളും സങ്കടം, എല്ലാ പ്രശ്നം, ആകെ ജീവിതത്തിൻ്റെ മൂല്യം തന്നെ നഷ്ടപ്പെടുത്തി കളയുന്നൊരവസ്ഥ. എന്നും കരച്ചിലും പിഴിച്ചിലും മാത്രമായി പോയി, ജീവിതം നശിച്ചു പോകും. അപ്പോൾ സ്നേഹത്തോടെ കൊടുത്താണെങ്കിൽ അത് ഹൃദ്യമായി കൊടുക്കുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? അത് നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ അവളുടെ അനുവാദമില്ലാതെ, അവളെ വേദനിപ്പിച്ചുകൊണ്ട്, അവളുടെ കണ്ണുനീർ വീഴ്ത്തിയിട്ട് നിങ്ങളും നിങ്ങളുടെ ഉമ്മയും ചേർന്ന് വാങ്ങിയെടുക്കുന്ന സ്വർണ്ണമുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. ഉമ്മമാരെ, നിങ്ങൾക്കും മക്കളില്ലേ, പെൺമക്കളില്ലേ? അവളും കൊണ്ടുപോയിട്ടില്ലേ കുറച്ച് സ്വർണ്ണമൊക്കെ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അവൾക്ക് അവിടെ സമാധാനം കിട്ടണ്ടേ? അപ്പോൾ നിങ്ങളും ഹൃദ്യമായി സ്വന്തം മോളെപ്പോലെ കണ്ട് പെരുമാറുന്നത്, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. നിങ്ങളെപ്പോലൊരു വാപ്പായും ഉമ്മായിയാണ് അവർക്കുള്ളത്. അവരെ ചീത്ത പറയല്ലേ, അവരെ തെറിവിളിക്കല്ലേ. പ്രത്യേകിച്ച് ഭാര്യയുടെ ബാപ്പായും ഉമ്മയും വായിൽ തോന്നുന്ന അറപ്പുളവാക്കുന്ന വാക്ക് വിളിക്കുന്ന ഭർത്താക്കന്മാരോട് പറയട്ടെ, എന്തൊരു മോശമാണത്. നിങ്ങളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ?
അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഭാര്യയുടെ ഉമ്മ നിൻ്റെ സ്വന്തം ഉമ്മയാണ്, നീ തൊട്ടാൽ ഒതു മുറിയില്ല. ഉമ്മയെ തൊട്ടാൽ നിൻ്റെ ഒതു മുറിയില്ല. അതെന്താ? സ്വന്തം ഉമ്മയാണ്, അതുകൊണ്ടാണ്. യാ അല്ലാ, അപ്പം എങ്ങനെയൊക്കെ നീ പെരുമാറണം? സ്വന്തം ഉമ്മയെ, സ്വന്തം ബാപ്പയെ പരിഗണിക്കുന്നത് പോലെ അവരെ പരിഗണിക്കണം. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ്. ഒരു വാക്ക് അവരോടും കൂടെ, ഇനി അവരോട് ചോദിക്കണ്ട, നിൻ്റെ ഇണയോട് ചോദിച്ചാൽ മതി, അവർക്ക് കൊടുത്താണല്ലോ, അവളുടെ അനുവാദത്തോടു കൂടെ അത് ചിലവാക്കണേ. ആ ഒരു ഇണക്കത്തിൽ, സ്നേഹത്തിൽ കഴിയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലേ? പടച്ച റബ്ബ് നമ്മുടെ ജീവിതം മനോഹരമാക്കാൻ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണത്. ഭാര്യയും മക്കളും അതുപോലെ തന്നെ ഭർത്താവും സന്താനങ്ങളും ഒക്കെ നന്നാകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇണകൾക്കും സന്താനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണത്. പടച്ചവനെ, എന്നെയും എൻ്റെ ഇണകളെയും എൻ്റെ സന്താനങ്ങളെയും എനിക്ക് നീ കൺകുളിർമയുള്ളവരാക്കണേ അല്ലാ. ഈ പ്രാർത്ഥന പതിവാക്കണം എന്നാണ്. ഈ പ്രാർത്ഥന ഏത് സൂറത്തിലാണ്, എത്രാമത്തെ ആയത്തിലാണ്? കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.